ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2024 പുറത്തിറങ്ങിയ മിസ് പെർഫെക്റ്റ് എന്ന തെലുങ്ക് സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സീരീസിലേക്ക് കടക്കാം. സീരീസിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനായ ലാവണ്യയെ കാണിക്കുന്നു. ഇവരൊരു പണക്കാരുടെ ലൈഫാണ് ജീവിക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്. ലാവണ്യ അവരുടെ അമ്മയുടെ കൂടെയാണ് ഇപ്പോൾ വളരുന്നത്. നമ്മുടെ ലാവണ്യയ്ക്ക് ഒരു അസുഖമുള്ളതായി പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ ലാവണ്യയെ അവരുടെ അമ്മ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയും ലാവണ്യ ആ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തും ആ ഡോക്ടറുടെ റൂം അത്ര വൃത്തിയല്ലാത്തതും അവിടെ സാധനങ്ങൾ അലങ്കോലമായി കിടക്കുന്നതും കാണുന്നു. എത്രത്തോളം നിയന്ത്രിക്കണമെന്ന് കരുതിയാലും അവർക്ക് അതിന് സാധിക്കാതെ പെട്ടെന്ന് ആ റൂം അവർ വൃത്തിയാക്കുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അവിടെ ഡോക്ടർ വരാണ്. നിങ്ങൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ റൂം അലങ്കോലമാക്കി വെച്ചത്. അതേപോലെ നിങ്ങൾ വന്ന ഉടനെ തന്നെ ക്ലീൻ ചെയ്തു. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അതായത് ഇതുപോലെ എന്തെങ്കിലും അലങ്കോലമായി കിടന്നാലോ ചപ്പുചവറുകൾ ഉണ്ടെങ്കിലോ അത് ക്ലീൻ ചെയ്യുന്ന ഒരു വിധം അസുഖമാണത്. ഇത് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലാവണ്യ ചെറുപ്പത്തിൽ സ്കൂളിലായിരിക്കുമ്പോൾ അവിടെ ഒരു കാക്ക വന്ന് ജനലിൽ കാഷ്ടിക്കും. ആ ക്ലാസ്സിന് നടുവിൽ തന്നെ പോയി അത് വൃത്തിയാക്കുകയും ചെയ്യും. അതുമാത്രമല്ല, കോളേജിൽ സീനിയേഴ്സ് ഇവളെ റാഗ് ചെയ്യുന്ന സമയത്ത് 50 ഏത്ത ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ 40 എണ്ണം ഇടുമ്പോൾ അവിടെ ഒരു ടീച്ചർ വന്നതുകൊണ്ട് സീനിയേഴ്സ് എല്ലാം ഓടിപ്പോയിട്ടുണ്ടാവും. തീർന്നില്ല, കടമ മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ 50 ഏത്തം ഇട്ടിട്ടേ പോകുന്നുള്ളൂ. ലാവണ്യയ്ക്ക് ജസ്പ്രീത് എന്ന് പറഞ്ഞൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനൊരു ഘട്ടത്തിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാൻ വരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അടുത്തുള്ള സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ഇവരെടുത്ത് മാറ്റുമായിരുന്നു. അത് കണ്ട് ആ ജസ്പ്രീത് ഇങ്ങനെയൊരു പെണ്ണിനെയാണോ ഞാൻ കെട്ടേണ്ടത് എന്ന് പറഞ്ഞ് അവനും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ ഇവർ വളരെ പെർഫെക്റ്റ് ആയതുകൊണ്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതായി അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറും ഇത് മരുന്ന് വഴി കുറച്ചായി മാറ്റാമെന്ന് പറയുന്നു. എന്നാൽ ലാവണ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്കറിയാം ഞാൻ പെർഫെക്റ്റ് ആണെന്ന്. പെർഫെക്റ്റ് ആയിരിക്കുന്നതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? ഈ ലോകത്തോട് വേണമെങ്കിൽ മാറാൻ പറയും എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. അങ്ങനെ നേരെ വന്ന് തൻ്റെ അമ്മയെയും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മുടെ ഹീറോയിൻ കാണാണ്. എനിക്ക് ഈ ഡോക്ടർ തെറാപ്പി ഇതൊന്നും സത്യമായിട്ടും സെറ്റാവില്ല അമ്മേ. ഞാൻ പെർഫെക്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്, അതിനെന്താ പ്രശ്നം? എടി, പെർഫെക്റ്റ് ആയിരിക്കുന്നത് പ്രശ്നമല്ല, എന്നാൽ ഓവർ പെർഫെക്റ്റ് ആയിരിക്കുന്നത് ഭ്രാന്താണെന്ന് പറയും. ഇപ്പോൾ പോലും ഈ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നീ പ്ലേറ്റ് കൂടെ കഴുകി വയ്ക്കും. ശരി, അതെല്ലാം പോട്ടെ. ഇപ്പം നിനക്ക് എവിടെയോ പോസ്റ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഏത് നാട്ടിലേക്കാണ് എന്ന് ചോദിക്കുകയാണ്. ഹൈദരാബാദിലേക്ക് എന്ന് ഹീറോയിൻ പറയുന്നു. അത്ര ദൂരം പോയി ജോലി നോക്കാൻ പോവാണോ? ഇപ്പോൾ വീട്ടിൽ തന്നെ രാജകുമാരിയെ പോലെയല്ലേ ഇരിക്കുന്നത്, ഇവിടെ തന്നെ ഇരിക്കെ എന്ന് അവരുടെ അമ്മ പറയാണ്. ഞാനും ആലോചിക്കുന്നുണ്ട്, മാനേജർ പോസ്റ്റാണ്, പക്ഷേ എന്നാലും വേണ്ടെന്ന് വെക്കാമെന്ന് കരുതുന്നു എന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതേ ഹോട്ടലിലേക്ക് നമ്മുടെ ഹീറോയിൻ്റെ മുൻ കാമുകൻ ജസ്പ്രീത് വരുന്നത്. അവിടെ നമ്മുടെ ഹീറോയിനെയും അവരുടെ അമ്മയെയും കാണുന്നുണ്ട്. അങ്ങനെ ഒരു ബാഗിൽ നിന്നും ഒരു കല്യാണക്കുറി എടുത്ത് ഹീറോയിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അവൻ്റെ കല്യാണമാണ്. ഹീറോയിൻ ഷോക്കാവുന്നുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പല്ലേ ജസ്പ്രീതുമായി നമ്മൾ ബ്രേക്കപ്പ് ആയത്, അതിനുള്ളിൽ ഇവന് കല്യാണമായോ? എൻ്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണോ എന്ന് പറഞ്ഞ് നൊന്തു പോവാണ്. ആ ദുഃഖത്തോടെ ആ കല്യാണക്കുറി വീട്ടിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പോലും ഒരു ചെറിയ തെറ്റുണ്ട്. അതും തിരുത്തിയിട്ട് ഇതെല്ലാം മറയ്ക്കുന്നതിനും ഏകദേശം ഒന്ന് മൂവ് ഓൺ ആകുന്നതിനും നമ്മുടെ ഹീറോയിൻ ലണ്ടനിൽ നിന്നും ഇപ്പോൾ ഹൈദരാബാദിലേക്ക് ആ ജോലി നോക്കാനായി വരികയാണ്. മുന്നേ പറഞ്ഞില്ലേ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനും അമ്മയും ഒരു വഴക്ക് വന്ന് പിരിഞ്ഞിരിക്കുകയാണെന്ന്. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്. അദ്ദേഹം തൻ്റെ മകൾ ചെയ്യുന്ന വീഡിയോ കോളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താ മോളെ, ലൊക്കേഷനൊക്കെ വേറൊരു മാതിരി ഇരിക്കുന്നുണ്ട്, ലണ്ടനിലല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാർച്ച് 1-ാം തീയതി ഞാൻ ഹൈദരാബാദിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട് എവിടെയാണ്? റൂം താക്കോലുതാ എന്ന് ചോദിക്കുകയാണ്. ആക്ച്വലി മോളെ, ഞാനൊരു ജോലി ആവശ്യത്തിനായി മുംബൈയിൽ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഹൈദരാബാദിലില്ല. മാത്രമല്ല ആ അപ്പാർട്ട്മെൻറ്റ് നിനക്ക് സെറ്റ് ആവുമെന്ന് അറിയില്ല, കാരണം അവിടെ കുറച്ച് വൃത്തിയില്ല മോളെ. പുറത്ത് നിനക്ക് റൂം നോക്കട്ടെ, അവിടെ പോയി താമസിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വന്തം വീട് വിട്ടിട്ട് റൂം നോക്കാനോ? എന്നെ ഒഴിവാക്കുകയാണോ? എനിക്കൊന്നും വേണ്ട എന്ന് ഹീറോയിൻ പറയാണ്. എടി, ദേഷ്യപ്പെടാതെ, ഈ വീട് തന്നെ നിന്റെ പേരിലാണുള്ളത്. നേരെ പോ, വാച്ച്മാൻ ഉണ്ടാവും, അവൻ്റെ കയ്യിൽ നിന്നും റൂം താക്കോൽ വാങ്ങിക്കോ എന്ന് പറയാണ്. വാച്ച്മാനും രാജലക്ഷ്മി മാഡം എന്ന് പറഞ്ഞ് ഈ അപ്പാർട്ട്മെൻറ്റിന് ഒരു സെക്രട്ടറി ഉണ്ടെന്ന് പറയുന്നു. അവരാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് പോലെ. അവരുടെ കയ്യിലാണ് താക്കോലുള്ളതെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ താക്കോലും വാങ്ങി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവരുടെ വീടിനുള്ളിലേക്ക് കയറുന്നു. ഇത് നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ, എന്തിനാ കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അല്ല മോളെ, നീ മിസ് പെർഫെക്റ്റ് അല്ലേ, നിന്റെ അത്രയ്ക്ക് വൃത്തിയായിരിക്കില്ലെന്ന് കരുതി, അതുകൊണ്ടാണ് കള്ളം പറഞ്ഞത്. വൃത്തിയായിട്ടുണ്ടെങ്കിൽ നീ അവിടെ തന്നെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അച്ഛനും ഫോൺ വെക്കുകയാണ്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഹീറോയിൻ്റെ വീട് വാതിൽക്കൽ ആരോ വന്ന് ബെല്ലടിക്കുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ ജ്യോതി എന്നൊരു പെൺകുട്ടി വരികയാണ്. ആരാണെന്ന് ചോദിച്ചപ്പോൾ താനൊരു വേലക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട് വൃത്തിയാക്കുന്നതിൽ നിന്നും അടിച്ചു വാരുന്നതിൽ നിന്നും പാചകം ചെയ്യുന്നതിൽ നിന്നും എല്ലാത്തിനും ഞാനുണ്ട് എന്ന് പറയാണ്.
എന്നാൽ ഹീറോയിൻ ഇത് വൃത്തിയാക്കുന്നതെല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ മാത്രം മതി എന്ന് ജ്യോതിയോട് ചോദിക്കുകയാണ്. അതിനും ജ്യോതി സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ജ്യോതി ഭക്ഷണം ഉണ്ടാക്കാണ്. അത് കഴിച്ച ഹീറോയിൻ്റെ മുഖത്ത് അങ്ങനെ ഒരു പുഞ്ചിരി. കാരണം ഇത്രയും നാൾ വിദേശത്ത് ഈ പിസ്സ, ബർഗർ എന്നൊക്കെ കഴിച്ച് നമ്മുടെ നാടൻ ഭക്ഷണത്തിൻ്റെ രുചി തന്നെ അറിയാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. ഇതിൽ തന്നെ ജ്യോതിയെ ഹീറോയിന് വളരെ ഇഷ്ടപ്പെട്ടു പോവാണ്. നീ രാവിലെ വന്ന് ടിഫിൻ ഉണ്ടാക്കി തരാമോ എന്ന് ജ്യോതിയോട് ഹീറോയിൻ ചോദിക്കുന്നു. അയ്യോ, രാവിലെ രോഹിത് സാറിൻ്റെ വീട്ടിൽ പോയി ജോലി നോക്കണം, സാറിനോട് പെർമിഷൻ ചോദിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ എന്നവിടെ ജ്യോതിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ വീട് നമ്മുടെ ഹീറോയിൻ അവിടെ കൈകൊണ്ട് തന്നെ വൃത്തിയാക്കുന്നു. അങ്ങനെ ആ വീടിനുള്ളിൽ ഒരു ടെലസ്കോപ്പ് പോലെ ഒന്നുണ്ട്. അതിൽ അങ്ങനെ കണ്ണുവെച്ച് നോക്കിയാൽ ഇവർ സി ബ്ലോക്കിലായിരിക്കും. അങ്ങനെ ഡി ബ്ലോക്കിലുള്ളവർ എന്ത് ചെയ്യുന്നു എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഡി ബ്ലോക്കിൽ രോഹിത് എന്നൊരു പയ്യൻ അവൻ്റെ കിച്ചണിൽ ചുമ്മാ സൂപ്പറായി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹീറോയിൻ കാണുകയാണ്. ആൻഡ് മറ്റൊരു വേളയിൽ അവിടെയുള്ള ഒരു വലിയ കമ്പനിയെ കാണിക്കുകയാണ്. ആ കമ്പനിയിലാണ് രോഹിത് ഒരു എംപ്ലോയി ആയിരിക്കുന്നത്. അങ്ങനെ ആ കമ്പനിക്ക് പുതുതായി ഒരു മാനേജർ വന്നിരിക്കുന്നതായി അവിടെയുള്ള എല്ലാവരും സംസാരിക്കുന്നു. ആ മാനേജറുടെ മുഖം കാണാമെന്ന് പറഞ്ഞ് രോഹിത്തും വരികയാണ്. എന്നാൽ ആ മാനേജർ മുഖം തിരിച്ചു പോയത് കൊണ്ട് രോഹിത്തിന് കാണാൻ സാധിക്കുന്നില്ല. ആ മാനേജർ ആരാണെന്ന് അറിയാമോ? നമ്മുടെ ഹീറോയിനായ ലാവണ്യ തന്നെയാണ്. ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് ഈ കൊറോണ വൈറസ് വേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ വശത്ത് നമ്മുടെ ഹീറോയിന് നാളെ ബർത്ത്ഡേ വരാൻ പോവാണ്. തൻ്റെ അച്ഛനും വീഡിയോ കോൾ ചെയ്തിട്ട് അച്ഛാ നാളെ എനിക്ക് ബർത്ത്ഡേ ആണ്, മുംബൈയിൽ തന്നെയല്ലേ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് പിടിച്ച് ഹൈദരാബാദിലേക്ക് വന്ന് എന്നെ കണ്ടുകൂടെ, സ്വന്തം മകളെ കാണാൻ വരില്ലേ എന്ന് സ്നേഹത്തോടെ ചോദിക്കുകയാണ്. അതിനുള്ളിൽ ടി വിയിൽ പ്രൈം മിനിസ്റ്റർ വന്ന് കൊറോണ ലോക്ക്ഡൗൺ ആണെന്ന് പ്രഖ്യാപിക്കുന്നു. 15 ദിവസത്തേക്ക് എല്ലാവരും വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്ന് പറയാണ്. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനും ഹീറോയിൻ്റെ അച്ഛനും ഭയങ്കരമായ ഷോക്കാവാണ്. ഇപ്പോൾ ആ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മുടെ ഹീറോയിൻ അവരുടെ വീട്ടിൽ തനിച്ചിരിക്കുന്ന പോലെയും അവരുടെ വീട് അവർ തന്നെ വൃത്തിയാക്കുന്ന പോലെയും എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ട്. ജ്യോതി ഇതുവരെ ജോലിക്ക് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ജ്യോതിക്കും കോൾ ചെയ്ത് ചോദിക്കുകയാണ്. ജ്യോതിയും തനിക്ക് സുഖമില്ലെന്നും ഒരു 2 ദിവസത്തേക്ക് മാത്രം എനിക്ക് വരാൻ കഴിയില്ലെന്നും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്നും ചോദിക്കുകയാണ്. ഹീറോയിനും പേടിച്ചു പോയി. അപ്പോൾ നിനക്ക് കൊറോണയാണോ എന്ന് ചോദിക്കുകയാണ്. അല്ലല്ല, അതൊന്നുമല്ല, എനിക്ക് സാധാരണ പനിയാണ്, 2 ദിവസത്തിനുള്ളിൽ വരാം എന്ന് പറഞ്ഞ് അവിടെ ആ ജ്യോതി പറയാണ്. ഇപ്പോൾ ലാവണ്യയോടും എനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ ഡി ബ്ലോക്കിലുള്ളൊരു വീട്ടിലും ജോലി നോക്കുന്നുണ്ട്, അതായത് രോഹിത് എന്നൊരാളുടെ വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് നിങ്ങൾ ആ വീട്ടിൽ പോയി എനിക്ക് ജോലിക്ക് വരാൻ കഴിയില്ലെന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിനും തൻ്റെ വീട്ടിലെ വേലക്കാരിക്ക് വേണ്ടി ആ സഹായം ചെയ്യാൻ സമ്മതിക്കുന്നു. അങ്ങനെ നേരെ ഹീറോയിൻ ഇറങ്ങി ഈ ഡി ബ്ലോക്കിലുള്ള രോഹിത്തിൻ്റെ വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുകയാണ്. ഹീറോയിൻ മേക്കപ്പ് ഒന്നും ഇടാതെ സാധാരണ വസ്ത്രത്തിലാണല്ലോ, മുഖത്ത് മാസ്ക് ഇട്ടിട്ടുണ്ട്. അത് കാണുന്ന രോഹിത്തോ, ജ്യോതി ജോലിക്ക് വന്നില്ലെന്ന് പറഞ്ഞ് നിന്നെ അയച്ചതാണോ? നിന്റെ പേരെന്താ? ഓ, പേര് പറയില്ലേ, ശരി, ഓക്കെ, വീട്ടിലെ ജോലിയെല്ലാം നോക്കിക്കോ, പോകുമ്പോൾ വാതിൽ വലിച്ചിട്ടിട്ട് പൊക്കോ, ഞാൻ എഴുന്നേറ്റോളാം എന്ന് പറഞ്ഞ് പോയി കിടന്നുറങ്ങാണ്. ഇവൻ പറയാൻ വന്നത് കേൾക്കാതെ ഇങ്ങനെ പോയി കിടന്നുറങ്ങിയല്ലോ എന്നവിടെ ഹീറോയിൻ വിചാരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നമ്മുടെ രോഹിത്തിൻ്റെ വീട് അങ്ങനെ ചുറ്റും നോക്കുന്നത്. വീട് മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ്. അത് കണ്ടതും ഹീറോയിൻ ഒരു മാതിരി ആവുന്നുണ്ട്. ഓൾറെഡി ഹീറോയിൻ ഇരിക്കുന്ന സ്ഥലമെല്ലാം വളരെ വൃത്തിയായിരിക്കണമെന്ന് വിചാരിക്കുന്ന ആളാണല്ലോ. ഇപ്പോൾ ആ അസുഖം കുറച്ച് കൂടിപ്പോയി. ഇപ്പോൾ എതിർവശത്തെ വീട് വൃത്തിയായിട്ടിരിക്കണമെന്ന് വിചാരിച്ച് ആ വീട് മുഴുവനായി വൃത്തിയാക്കുന്നു. രോഹിത്തും അങ്ങനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വെളിയിൽ വന്ന് നോക്കുകയാണ്. എൻ്റെ വീടാണിത്, എത്ര വൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഷോക്കാവുന്നുണ്ട്. ഹീറോയിന് അവിടെ ഒരേ നാണക്കേട്. എന്ത് കാര്യമാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? എത്ര വലിയ പണക്കാരി, നീ ഒരു മാനേജർ, ഇതെല്ലാം വിട്ടിട്ട് വീട് പോയി വൃത്തിയാക്കിയിട്ട് വന്നിരിക്കുന്നല്ലോ, അതും അടുത്തവൻ്റെ വീട് എന്ന് അവരെ ഓർത്ത് ലജ്ജിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം ഈ കഥ കാണിക്കുകയാണ്. നമ്മുടെ ജ്യോതിയുടെ അസുഖവും ഭേദമാവുന്നുണ്ട്. അവരും ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തു വരാണ്. ഇപ്പോൾ നമ്മുടെ ജ്യോതിയെ ആ ഏരിയയിലുള്ളൊരു പയ്യൻ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്താ ജ്യോതി, കാശ് വാങ്ങുമ്പോൾ കൈ നീട്ടി വാങ്ങുന്നുണ്ടല്ലോ, എന്നാൽ പലിശയും തരുന്നില്ല, മുതലും തരുന്നില്ല, എത്ര നാളിങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. ഈ മാസം അവസാനത്തിനുള്ളിൽ നീ എനിക്ക് തരേണ്ട കാശ് തന്നില്ലെങ്കിൽ അത്ര തന്നെ നിന്റെ കഥ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്. ഇവിടെ ജ്യോതിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കര പ്രഷറിൽ പെടുകയാണ്. ഇപ്പോൾ നേരെ നമ്മുടെ ജ്യോതി ഒരു സിംഗിങ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അതെ, നമ്മുടെ ജ്യോതി വളരെ നന്നായിട്ട് പാട്ട് പാടും. അവർക്ക് എങ്ങനെയാണെന്നാൽ ഒരു സിംഗർ ആകണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ ആ സ്ഥലത്ത് പാട്ട് പാടാം എന്ന് കരുതി വരികയാണ്. എന്നാൽ അവിടെ ഓഡിഷന് വന്നിരിക്കുന്ന ജഡ്ജസ് ഫോണിൽ സംസാരിച്ചുകൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടും ഇവർ പാടുന്നത് തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. ഇതിൽ മനസ്സ് തകർന്ന് ആ സ്ഥലം വിട്ട് ജ്യോതി പുറത്തേക്ക് ഇറങ്ങാണ്. ജ്യോതിക്ക് ഒരു അനിയനുണ്ട്, അവൻ്റെ പേര് കാർത്തിക് എന്നാണ്. ചെറുപ്പത്തിലെ തന്നെ അവനൊരു യൂട്യൂബറാണ്. അവനും ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് കോമ്പറ്റീഷന് പോയില്ലേ, എന്തായി എന്ന് ചോദിക്കുകയാണ്. നമ്മളെപ്പോലുള്ള ആളുകളൊന്നും ആഗ്രഹിക്കാനേ പാടില്ലടാ, ശരി വിട്, അതിനെപ്പറ്റി എന്തിനാ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ജ്യോതി ആ അപ്പാർട്ട്മെന്റിലേക്ക് ജോലിക്ക് വരാണ്. അവിടെ ചെന്നാലും ആ കോമ്പറ്റീഷനിൽ ഇന്നലെ നടന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓർത്ത് നോക്കിയിട്ട് ഇപ്പോൾ അവർ ശരിയായി പാചകം പോലും ചെയ്യുന്നില്ല. ഹീറോയിനും എന്താ നിന്റെ പാചകം എന്ന് വളരെ മോശമായിരിക്കുന്നല്ലോ എന്ന് വിമർശിക്കുകയാണ്. ഇപ്പോൾ രാത്രി ജ്യോതിയും തൻ്റെ അനിയൻ്റെ കൂടെ ലൈറ്റായി മദ്യവെച്ച്
തൻ്റെ കഷ്ടപ്പാടുകളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നില വരെ അവർ വന്നിട്ടുണ്ടാവുക. അനിയനെയും അവർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ലഹരിയിലും അവിടെ ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടും ഇവരുടെ അനിയൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിൻ അവരുടെ അമ്മയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ അമ്മയും ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. എന്ത് കാര്യമാണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് മര്യാദയ്ക്ക് ഡോക്ടറുടെ അടുത്ത് പോകാൻ പറഞ്ഞത്. മുന്നേ ആണെങ്കിൽ നീ പോകുന്ന റൂമിലും നീ പോകുന്ന വീട്ടിലുമാണ് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എതിർവശത്തുള്ള വീടും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. നീ എന്താണ് നമ്മുടെ അന്തസ്സെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് വഴക്ക് പറയാണ്. ഇപ്പോൾ നമ്മുടെ ജ്യോതി പതിവ് പോലെ അടുത്ത ദിവസം ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് പുറത്തു വരാണ്. എന്നാൽ അതിനുള്ളിൽ അവരുടെ ഏരിയയിലുള്ള ഒരാൾക്ക് കൊറോണ ബാധ വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഏരിയയിൽ നിന്ന് ആരും പുറത്തു പോകരുതെന്ന് പറഞ്ഞ് സീൽ ചെയ്ത് വെക്കുന്നു. ജ്യോതിക്കും ജോലിക്ക് വരാൻ സാധിക്കുന്നില്ല. ഈ വിവരം വീണ്ടും നമ്മുടെ ഹീറോയിന് കോൾ ചെയ്ത് പറയാണ്. മാഡം, ഒരു ഹെൽപ്പ് മാത്രം ചെയ്യാമോ? പതിവ് പോലെ ആ രോഹിത്തിൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് മാത്രം ഒന്ന് പറഞ്ഞിട്ട് വരാമോ മാഡം എന്ന് ചോദിക്കുകയാണ്. ഹീറോയിനും അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. ഓൾറെഡി ഒരു പ്രാവശ്യം രോഹിത്തിൻ്റെ വീട്ടിൽ പോയിട്ട് താൻ ചെയ്ത കാര്യം ഓർത്തു നോക്കിയിട്ട് ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ജ്യോതി ജോലിക്ക് വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ സി ബ്ലോക്കിലുള്ള ആളാണ് എന്ന സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഹീറോയിൻ അവിടെ പോകുന്നത്. അങ്ങനെ പതിവ് പോലെ രോഹിത്ത് പുറത്തേക്ക് വരുന്നു. അവിടെ നിൽക്കുന്ന ഹീറോയിനെയും കാണുന്നു. അന്ന് വന്നപ്പോൾ നിന്റെ പേര് ചോദിച്ചില്ല, നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഹീറോയിൻ കുറച്ച് ആലോചിച്ചിട്ട് ലാവണ്യ എന്ന അവരുടെ പേര് ലക്ഷ്മി എന്ന് മാറ്റി പറയുന്നു. ശരി ലക്ഷ്മി, വീണ്ടും വീട് ഇതുപോലെ അഴുക്കായി, കുറച്ച് വൃത്തിയാക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിന് അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ അന്ന് മാത്രം എന്തിനു വന്ന് വൃത്തിയാക്കി, നീ കള്ളിയാണെന്ന് നമ്മളോട് പറയോ എന്ന് ഭയന്നിട്ട് ഇപ്പോൾ വീണ്ടും സത്യം മറച്ചു വെച്ച് ഇവിടെ ഒരു വേലക്കാരിയായി മാറി ആ വീട് വൃത്തിയാക്കുന്നു. അപ്പോഴാണ് രോഹിത്തിന് അവരുടെ ഓഫീസിൽ നിന്നും കോൾ വരുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ലോഗിൻ ചെയ്തേ പറ്റൂ. പുറത്തു വന്ന് ലാപ്ടോപ്പ് തരെയാണ്. ലാപ്ടോപ്പ് കാണുന്നില്ല. അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിനെയും കാണുന്നില്ല. അവൾ കള്ളി തന്നെയാണെന്ന് തോന്നുന്നു എന്ന് നമ്മുടെ രോഹിത് അവിടെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ വന്ന് നിൽക്കുകയാണ്. ഞാൻ കള്ളിയൊന്നുമല്ല, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനാണ് ഇവിടെ വന്നത്. നിങ്ങളുടെ ലാപ്ടോപ്പ് അവിടെയുള്ള ടേബിളിൽ മൂടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കാണിക്കാണ്. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയി, മനസ്സിലൊന്നും വെക്കരുത്. നിങ്ങളുടെ അടുത്ത് അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചു. എപ്പോഴും ജ്യോതി ഇവിടെ വന്നിട്ട് പാചകം മാത്രമേ ചെയ്യാറുള്ളൂ, വീടൊന്നും വൃത്തിയാക്കാറില്ല. നിങ്ങൾ എത്ര നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ജ്യോതി എന്താ വരാത്തത് എന്നിപ്പോൾ ഹീറോയിനോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ഏരിയയിൽ കൊറോണ വന്നില്ലേ, 2 ആഴ്ചത്തേക്ക് വരില്ല, അപ്പോൾ ഈ 2 ആഴ്ച നിങ്ങൾ വരുമോ എന്ന് രോഹിത്ത് ഹീറോയിനോട് ചോദിക്കുന്നു. ഹീറോയിനും അവിടെ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ശരി എന്ന് തലയാട്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. കട്ട് ചെയ്താൽ ഇവിടെ ഹീറോ രോഹിത്തിൻ്റെ അമ്മയെ കാണിക്കുന്നു. രോഹിത്തിന് പ്രായമായതുകൊണ്ട് വേഗത്തിൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് അവർ ആലോചന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രോഹിത്തും അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുതിയ ഷർട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹീറോയിൻ വരുമല്ലോ, അവരെ ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രോഹിത്തിന് ഹീറോയിനെ ഇഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അങ്ങനെ ഹീറോയിനും രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ അവർ കുറച്ച് അസ്വസ്ഥയാണ്. തല പിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവർ തല കറങ്ങി വീഴുന്നു. രോഹിത്തും ഹീറോയിനെ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഹീറോയിനും അല്ല, രാവിലെ കഴിച്ചില്ല എന്ന് പറയാണ്. കഴിച്ചില്ലേ, അതോ കഴിക്കാനൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. രോഹിത്തിനെ സംബന്ധിച്ച് ഹീറോയിൻ ഒരു വേലക്കാരിയല്ലേ, സോ അങ്ങനെ കരുതി അദ്ദേഹം ചോദിക്കുകയാണ്. ഇവൻ വെറുതെ നമ്മുടെ മേൽ വളരെ ഇമോഷണൽ ആവുന്നുണ്ടല്ലോ എന്ന് ഹീറോയിൻ വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ ഹീറോയിന് ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോയിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി തന്നെ കുറേ സഹായങ്ങളൊക്കെ ചെയ്യുന്നതായും അവിടെ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ വീട്ടിൽ പോയ സമയത്ത് വീട്ടിൽ വരുന്ന വേലക്കാരിയെ എങ്ങനെ പ്രേമിക്കാം എന്ന് ഗൂഗിളിൽ സെർച്ചൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം ഹീറോയിൻ പതിവ് പോലെ ജോലിക്ക് വരുമ്പോൾ അവർക്ക് തൻ്റെ കൈകൊണ്ട് തന്നെ സൂപ്പറായ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതും ഹീറോയിന് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 4-5 ദിവസം നമ്മുടെ ഹീറോയിൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മുടെ ഹീറോയുടെ വീട്ടിലാണ് കഴിക്കുന്നത്. അങ്ങനെ ഹീറോയോട് കുറേ സംസാരിക്കുന്നുണ്ട്, ഇടപഴകുന്നുണ്ട്. കുറച്ചായി ഹീറോയെയും ഹീറോയിന് വളരെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അങ്ങനെ താനും ആരാണെന്ന സത്യം പറയാതെ തന്നെ നമ്മുടെ ഹീറോയിനും ഹീറോയെ പ്രണയിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഹീറോയുടെ അമ്മ പെണ്ണ് കാണുന്ന കാര്യമെല്ലാം നമ്മുടെ ഹീറോയിന് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ എല്ലാം അവർ കാണുകയാണ്. അത് ഹീറോ കാണാതെ കീറി കുപ്പത്തൊട്ടിയിലും ഇടുന്നു. അങ്ങനെ ഹീറോയുടെ വീട്ടിൽ വേലക്കാരിയായിരിക്കുന്ന നാളുകൾ നമ്മുടെ ഹീറോയിന് ഒരു പുതിയ അനുഭവവും വലിയ സന്തോഷവും കൊടുക്കുന്നു. മാത്രമല്ല എല്ലാ ദിവസവും നമ്മുടെ ഹീറോ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ ഹീറോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഹീറോയിൻ അവരുടെ അമ്മയോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ 2 ആഴ്ച സമയം തീരുകയാണ്. നാളെ ജ്യോതി ജോലിക്ക് വരും. അപ്പോൾ തല ഒഴിഞ്ഞു, ഇതിനുശേഷം ജോലിക്ക് വരണ്ട എന്ന് ഹീറോയിൻ വിചാരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ വന്ന് ആക്ച്വലി ആ ജ്യോതിയെ താൻ മുഴുവനായി ജോലിയിൽ നിന്ന് നിർത്താൻ പോവാണ്, ഇതിനുശേഷം നീ ജോലിക്ക് വന്നാൽ മതി എന്നിവിടെ ചോദിക്കുകയാണ്. ഹീറോയിനും അവിടെ അതൊന്നും പറ്റില്ല, എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയാണ്. നീ എന്താ വരാത്തത് എന്ന് എനിക്കറിയാം, ജ്യോതിയാണ് ഈ ജോലി നിനക്ക് തന്നത്, അവളെ ചതിക്കരുതെന്നല്ലേ നീ കരുതുന്നത്? നീ വിഷമിക്കണ്ട, ജ്യോതിയോട് നീ ഇവിടെ ജോലി നോക്കുന്ന സത്യം ഞാൻ പറയില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം,
നിനക്ക് ശമ്പളം കൂട്ടിത്തരാം, ദയവ് ചെയ്ത് നീ ജോലിക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഹീറോയിനും അവിടെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ജ്യോതിയും എങ്ങനെയോ പോലീസുകാരുടെ കണ്ണിലൊന്നും പെടാതെ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വേലക്കാരി ജോലി നോക്കാൻ വരികയാണ്. രാവിലെ വന്ന് ഹീറോയുടെ വീട് വാതിൽക്കൽ തട്ടുകയാണ്. ഹീറോയിനും ജ്യോതിയെ കണ്ടതും ഷോക്കാവുന്നുണ്ട്. എന്താ ജ്യോതി, നീ വന്നോ? ആക്ച്വലി ജ്യോതി, ഇതിനുശേഷം നീ ഇവിടെ ജോലി നോക്കണ്ട. എന്താ സർ പറയുന്നത്? അതെ, സത്യമാണ് പറയുന്നത്. ഈ 2 ആഴ്ച ഇവിടെ ജോലി നോക്കാത്ത ദിവസങ്ങളിൽ ഞാൻ തന്നെ എല്ലാ ജോലിയും തനിയെ നോക്കി എല്ലാം പഠിച്ചു. ഇനി മുതൽ ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം. നിനക്കൊരു മാസത്തെ ശമ്പളം കൂടി തരാം. ഇതിനുശേഷം നീ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ് ജ്യോതിയെ നമ്മുടെ ഹീറോ മൊത്തത്തിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു. ഇപ്പൊ ജ്യോതിയാണെങ്കിൽ ആകെ വിഷമിച്ചു പോവാണ്. ഒരു വശത്ത് കോമ്പറ്റീഷന് പോയാൽ അവിടെയും സെലക്ട് ആവുന്നില്ല. ഈ വേലക്കാരി ജോലിയും പോയല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ അനിയനോട് ഇതെല്ലാം പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവരും അവരുടെ അച്ഛന് കോൾ ചെയ്തിട്ട്, അതായത് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ്. അവളുടെ അച്ഛൻ എന്തോ കള്ളലക്ഷണം കാണിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് കോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഇവിടെ ജ്യോതി ജോലിയില്ലാതെ അവരുടെ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ രോഹിത്തിൻ്റെ അമ്മയിൽ നിന്നും ഫോൺ കോൾ വരികയാണ്. ആക്ച്വലി രോഹിത്തിൻ്റെ അമ്മയാണ് ഈ ജ്യോതിയെ രോഹിത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവരും ജ്യോതി, നിനക്ക് ഞാനൊരു ജോലി തരാൻ പോവാണ്. എൻ്റെ മകനോട് കുറേ നാളായി ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അവനൊന്നും പറയുന്നില്ല മോളെ. എനിക്കെന്തോ സംശയമുണ്ട്. എൻ്റെ മകൻ ഏതൊരു പെണ്ണിനെ പ്രണയിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ മകൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കി എന്നോട് പറഞ്ഞാൽ നിന്റെ ശമ്പളത്തിൻ്റെ 2 മടങ്ങ് നിനക്ക് തരാം. ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ഇത് ലൗഡ് സ്പീക്കറിൽ കേൾക്കുന്ന നമ്മുടെ ജ്യോതിയുടെ അനിയനും ആ ഫോൺ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ഓക്കെയാണ് ആൻറ്റി, 2 പേരും ചേർന്ന് ഇത് കണ്ടുപിടിച്ച് പറയാം എന്ന് സമ്മതിക്കുന്നു. ഇവിടെ ഹീറോയുടെ വീട്ടിൽ വെറും ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നടന്നിരുന്നുള്ളൂ. ഇപ്പോൾ അത് ലഞ്ചായി മാറുന്നുണ്ട്. അതെ, അന്ന് നമ്മുടെ ഹീറോയുടെ പിറന്നാളാണ്. സെലിബ്രേറ്റ് ചെയ്യാൻ വേറെ ആരുമില്ല, നിങ്ങളെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് അവിടെ നമ്മുടെ ഹീറോയിൻ്റെ കൂടെ ചേർന്ന് അദ്ദേഹം വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കുന്നു. ഹീറോയിനും നമ്മുടെ ഹീറോയുടെ കൂടെ ഒന്നിച്ചിരുന്ന് പാചകമൊക്കെ ചെയ്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് ഈ IT ജോബ് ചെയ്യുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. എനിക്ക് ഒരു ഷെഫ് ആണെന്നാണ് ആഗ്രഹം. എൻ്റെ അമ്മയോട് പറഞ്ഞാൽ അത് അമ്മ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ പോലും ഇഷ്ടമില്ലാതെയാണ് ഒരു കമ്പനിയിൽ ജോലി നോക്കുന്നത്. ആ ജോലി എന്നെ വിട്ടുപോയാൽ ഞാൻ ഈ ഷെഫ് ആവുന്ന ജോലിയെ നോക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജ്യോതിയും അവരുടെ അനിയൻ കാർത്തിക്കും ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. അങ്ങനെ ആ രോഹിത്ത് ആരുമായും പ്രണയിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ നേരെ വന്ന് ആ അപ്പാർട്ട്മെന്റിലെ വാച്ച്മാനെയും കാണുന്നുണ്ട്. അങ്ങനെ ആ വാച്ച്മാനോടും ഈ വിവരം പറഞ്ഞിട്ട് നീ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആ രോഹിത്തിന്റെ അമ്മ തരുന്ന കാശിൽ നിനക്കും ഒരു പങ്ക് തരാം എന്ന് പറയാണ്. അതിന് വാച്ച്മാൻ സമ്മതിക്കുന്നു. മറ്റൊരു വശത്ത് ജ്യോതി പാടിയില്ല ആ പാട്ട്, അത് കുറച്ചായി വൈറലാവുന്നുണ്ട്. കുറെ പേര് ആ പാട്ട് അവരുടെ സെൽഫോണിൽ കേട്ടുകൊണ്ടിരിക്കുന്നതായും കാണിക്കുന്നു. ഇവിടെ ഹീറോയിന്റെ വീട്ടിൽ പാത്രങ്ങൾ കഴുകാനും പാചകം ചെയ്യാനും ജ്യോതി വന്നിരിക്കുകയാണ്. അപ്പോൾ ജ്യോതിക്ക് ആ പയ്യന്റെ കയ്യിൽ നിന്നും ഫോൺ കോൾ വരുന്നു. എന്താ മോളെ, മാസം അവസാനമായില്ലേ, എൻ്റെ കാശ് നീ എപ്പോൾ തരാനാണ് ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്. ചേട്ടാ, ഇപ്പോഴാണ് ജോലിക്ക് തന്നെ വന്നത്, എങ്ങനെയും സമ്പാദിച്ച് തരാം എന്ന് പറഞ്ഞ് സമയം ചോദിക്കുകയാണ്. ഇതെല്ലാം അരികിലിരുന്ന് നമ്മുടെ ഹീറോയിൻ ലാവണ്യയും കേൾക്കുന്നുണ്ട്. നിനക്ക് എത്ര പണം കൊടുക്കണം എന്ന് ചോദിക്കുകയാണ്. അത് കുറേ ഉണ്ട്, നാണിക്കണ്ട, നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആ വേലക്കാരി ജ്യോതിയോട് വളരെ ഇമോഷണലായി സംസാരിക്കുകയാണ്. അവരും ഒരു മാതിരിയാവുന്നുണ്ട്. മറ്റൊരു വശത്ത് രോഹിത്തും രാവിലെ മുതൽ രാത്രി വരെ എവിടെയൊക്കെയോ പോയി വരുന്നു എന്ന് ആ വാച്ച്മാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ആ രോഹിത്ത് ലോക്ക്ഡൗൺ സമയത്ത് പോലും ഏതോ ഒരു സ്ഥലത്തേക്ക് ഡെയിലി പോയി വരുന്നതായും ശ്രദ്ധിക്കുന്നു. അത് ജ്യോതിയോടും അവരുടെ അനിയനോടും പറയാണ്. അങ്ങനെ ജ്യോതി, അനിയൻ, ഈ വാച്ച്മാൻ 3 പേരും ഈ രോഹിത്തിനെ ഫോളോ ചെയ്ത് പോവാണ്. അങ്ങനെ പോകുമ്പോൾ ആ വീടിനടുത്തായി ഒരു പഴയ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ഒരു ലേഡി ഷെഫ് ഉണ്ട്. ആ ഷെഫിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മുടെ ഹീറോ രോഹിത് പാചകമെല്ലാം പഠിക്കുന്നത്. അങ്ങനെ ഡെയിലി ഓരോ വിധത്തിൽ പാചകം ചെയ്യാൻ പഠിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ജോലിക്ക് വരുമല്ലോ, അവർക്ക് ഡെയിലി രാവിലെ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് എല്ലാം നടക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ഇവരെ ഫോളോ ചെയ്തു വന്ന ഈ ജ്യോതിക്കും അവരുടെ അനിയനും അറിയുന്നില്ല. ഇവൻ എന്തിനാണ് ഇവിടെ വന്ന് പാചകം ചെയ്യുന്നത് എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രോഹിത് തൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് താനൊരു പെണ്ണിനെ പ്രണയിക്കുന്നതായും ആ പെണ്ണിന് വേണ്ടിയിട്ടാണ് പാചകം പഠിക്കാൻ വന്നിരിക്കുന്നതെന്നും ആ പെണ്ണിൻ്റെ പേര് ലക്ഷ്മി എന്നാണെന്നും പറയുന്നത്. ഇത് കേട്ടതും ജ്യോതിക്കും അവിടെ ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ഉടനെ തന്നെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത്, നിങ്ങൾ സംശയിച്ചതുപോലെ നിങ്ങളുടെ മകൻ പ്രണയിക്കുന്നത് സത്യമാണ്, അവൻ ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു, ആ പെണ്ണ് ആരാണ്, എന്താണ് എന്ന എല്ലാ വിവരങ്ങളും ഉടനെ തന്നെ കണ്ടുപിടിച്ച് പറയാം. ഇപ്പോൾ ഇത്രയും കണ്ടുപിടിച്ചില്ലേ, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ കാശയക്ക് എന്ന് പറയാണ്. നീ മൊത്തമായിട്ട് ആ പെണ്ണ് ആരാണ് എന്നെല്ലാം കണ്ടുപിടിച്ച് തന്നാലേ കാശ് തരൂ എന്ന് രോഹിത്തിൻ്റെ അമ്മയും പറഞ്ഞു വിടുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ തൻ്റെ അച്ഛനോടും വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അച്ഛൻ്റെ പിറകിൽ എന്തോ ഒരു പുക പോലെയുണ്ട്. എന്താണത് എന്ന് ചോദിക്കുന്നതിനുള്ളിൽ തന്നെ അവരുടെ അച്ഛനും ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. അതേപോലെ ഹീറോയിൻ ഇരിക്കുന്ന അപ്പാർട്ട്മെന്റിലെ ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുക വരുന്നതായും കാണുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞ് അവിടെയുള്ളവരെല്ലാം ഓടിപ്പോകുന്നുണ്ട്.
ഓടിപ്പോയാൽ രാജലക്ഷ്മി എന്ന പേരിൽ ആ അപ്പാർട്ട്മെന്റിൽ ഒരു സെക്രട്ടറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെ വീട്ടിൽ നിന്നാണ് ആ പുക വരുന്നത്. ഇപ്പോൾ ആ വീട്ടുവാതിൽക്കൽ കുറെ പേര് വന്നിട്ട് എന്താണ് എന്ന് രാജലക്ഷ്മിയോട് ചോദിക്കുകയാണ്. അവരും ഒന്നുമില്ലെന്ന് പറഞ്ഞ ഇപ്പോൾ വാതിലടച്ചിട്ട് ഉള്ളിൽ വരികയാണ്. ഉള്ളിൽ വന്ന് നോക്കിയാൽ മുംബൈയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ആ രാജലക്ഷ്മിയുടെ വീട്ടിലാണ് ഉള്ളത്. അതെ, അവിടെയാണ് അറിയുന്നത് അദ്ദേഹം ഇപ്പോഴെന്നല്ല ഏകദേശം 2-3 മാസമായി ഈ രാജലക്ഷ്മിയുടെ വീട്ടിൽ തന്നെയാണ് ഇരുന്നു കൊണ്ട് തൻ്റെ മകളോട് മുംബൈയിലാണെന്ന് കഥ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ചില മാസങ്ങൾക്ക് മുമ്പ് ഈ കഥ കാണിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ മുംബൈയിൽ തന്നെയാണ് ജോലി നോക്കുന്നത്. ഹൈദരാബാദിൽ ജോലിക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഈ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് താമസിക്കും. ഈ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തു കൊടുത്തത് ഇദ്ദേഹമാണ് എന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായി രാജലക്ഷ്മിയെ മീറ്റ് ചെയ്ത ഉടനെ തന്നെ രാജലക്ഷ്മിയെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം അവർ സെക്രട്ടറി ആണെന്ന് അറിഞ്ഞതിന് ശേഷം അവർ സംസാരിക്കുന്ന മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്ത് അവരെ ഇംപ്രസ് ചെയ്ത് ഒരു ഘട്ടത്തിൽ അവരെയും പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുംബൈയിൽ നിന്നും ലോക്ക്ഡൌണിന് മുമ്പ് രാജലക്ഷ്മിയുടെ വീട്ടിൽ ഒരു ദിവസം സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെലവഴിക്കാൻ വരുന്ന സമയത്താണ് PM വന്ന് ലോക്ക്ഡൗൺ എന്നൊരു കാര്യം പ്രഖ്യാപിക്കുന്നത്. അതിൽ നിന്നും ഇപ്പോൾ ഈ രാജലക്ഷ്മിയുടെ വീട്ടിൽ തന്നെ ഹീറോയിൻ്റെ അച്ഛൻ കുടുങ്ങിപ്പോവാണ്. അതുകൊണ്ടാണ് എപ്പോൾ ഹീറോയിൻ തൻ്റെ അച്ഛന് കോൾ ചെയ്താലും ഒരു വെപ്രാളത്തോടെ അദ്ദേഹം സംസാരിക്കുന്നത്. അതിനുശേഷം ആ വീട്ടിൽ ഇവർ ഒന്നിച്ച് പാചകം ചെയ്ത് ജീവിച്ചു വരികയാണ്. അങ്ങനെ ഓവറായി പാചകം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു പുക ഉണ്ടായതും അത് അവർ കൈകാര്യം ചെയ്തിട്ട് ഇപ്പോൾ ആ വീട്ടിൽ ഇരിക്കുന്നതായും കാണിക്കുന്നത്. എന്നാണോ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയിൻ്റെ അടുത്ത് പെടാൻ പോകുന്നത്. മറ്റൊരു വശത്ത് രോഹിത് ആണെങ്കിൽ അദ്ദേഹത്തിനും അവരുടെ അമ്മ കോൾ ചെയ്തിട്ട് നിനക്കൊരു സർപ്രൈസ് എന്ന് പറഞ്ഞ് അവിടെ ഒരു പെണ്ണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുകയാണ്. ആക്ച്വലി രോഹിത്തിന് കണ്ടുവച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവരുടെ പേര് കുമാരി. രോഹിത്തിന് ആ പെണ്ണിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഓൾറെഡി ഹീറോയിനെ ലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ആ പെണ്ണിനെ അവോയ്ഡ് ചെയ്യുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ആ പെണ്ണും എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, എന്നാൽ എന്ത് ചെയ്യും, നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം വീട്ടിൽ പറഞ്ഞാൽ വേറെ പയ്യനെ നോക്കാൻ തുടങ്ങും. വീട്ടിലൊന്നും അറിയിക്കാതെ നമ്മൾക്ക് രണ്ടുപേർക്കും വെറുതെ ഒരു 2-3 മാസത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവരവരുടെ ജോലി നോക്കാം. വീട്ടിലുള്ളവർ ഈ കല്യാണം എന്നൊരു ടോപ്പിക് കൊണ്ടുവരില്ല എന്ന് പറയാണ്. ഇപ്പോൾ ഹീറോയും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ആ കുമാരിയോട് സംസാരിക്കുന്നതെല്ലാം പുറത്തുനിന്ന് ഹീറോയിനും കേൾക്കുന്നുണ്ട്. അവർക്കും മനസ്സൊരു മാതിരി ആയി പോകുന്നുണ്ട്. ഹീറോയും പുറത്തു വന്നിട്ട് ഒന്നുമില്ല, അമ്മയാണ് ആ കുട്ടിയോട് സംസാരിക്കാൻ പറഞ്ഞത്, എനിക്ക് ആ കുട്ടിയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഹീറോയിനോട് പറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഹീറോയിന് നെല്ലിക്കാച്ചാറ് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ആ നെല്ലിക്കാച്ചാറ് നമ്മുടെ ഹീറോയിന് വേണ്ടി കൊണ്ടുവന്ന് അവിടെ നമ്മുടെ ഹീറോ കൊടുക്കുന്നുണ്ട്. അതും വളരെ രുചിയോടെ ഹീറോയിൻ കഴിക്കുന്നുണ്ട്. ഇവിടെ ആ സ്പൈ ജോലി നോക്കുന്ന ജ്യോതിയും തൻ്റെ അനിയനെ ഒരു പ്ലംബർ മാതിരി വേഷം കെട്ടിച്ച് നേരെ രോഹിത്തിൻ്റെ വീട്ടിലേക്ക് അയക്കുകയാണ്. പൈപ്പിൽ വെള്ളം വരുന്നില്ലത്രേ, അത് റിപ്പയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പയ്യനും വീടിനുള്ളിൽ വന്ന് പൈപ്പ് റിപ്പയർ ചെയ്യുന്നത് പോലെ റിപ്പയർ ചെയ്യാണ്. ഈ വശത്ത് രോഹിത്തിന് അറിയാതെ തന്നെ ആ വേലക്കാരി ജ്യോതി ആ വീടിനുള്ളിൽ കയറി അവിടെ എന്തെങ്കിലും തെളിവ് കിട്ടോ എന്ന് തിരയാണ്. ഇപ്പോൾ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ കാർത്തിക്കും പ്ലംബിംഗ് ജോലി തീർത്തു എന്ന് പറഞ്ഞ് അവിടെ ഈ രോഹിത്ത് കാർത്തികിനെ ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിടാണ്. ഇവിടെ ജ്യോതിയും ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുന്നതിന് മുന്നേ തന്നെ രോഹിത്ത് വാതിലടയ്ക്കുന്നു. അതുകൊണ്ട് ജ്യോതി വീടിനുള്ളിൽ തന്നെ കുടുങ്ങിപ്പോവാണ്. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ വീണ്ടും കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കാണ്. വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, ലാവണ്യ, അവർ വേലക്കാരി വേഷത്തിൽ വന്നു നിൽക്കുന്നു. രോഹിത്തും വന്നോ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം കാത്തു നിന്നത് എന്ന് ലാവണ്യയും ഉള്ളിൽ വിളിച്ചിട്ട് അവിടെ അവരുടെ അടുത്ത് കൊഞ്ചി സംസാരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇതും അവിടെ ജ്യോതി കാണുന്നുണ്ട്. അവർക്ക് ലാവണ്യയുടെ മുഖം മുഴുവനായി കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നു, വേലക്കാരിയായി വരുന്ന ഒരു പെണ്ണിനെയാണ് ഇപ്പോൾ ഈ രോഹിത്ത് ലവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ആ വീട്ടിൽ വരുന്ന ലക്ഷ്മി എന്ന വേലക്കാരി ആരാണെന്ന് കണ്ടുപിടിച്ചേ തീരൂ എന്നവർ തീരുമാനിക്കുകയാണ്. ഇപ്പൊ പതുക്കെ ആ വീട് വിട്ടും ജ്യോതി പുറത്തേക്ക് പോവാണ്. ഇപ്പോൾ ആ വാച്ച്മാൻ്റെ അടുത്ത് വന്നിട്ട് ലക്ഷ്മി എന്ന പേരിൽ ഒരു വേലക്കാരി ആ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു പോകുന്നുണ്ട്, നിനക്കറിയാതെ വരാൻ വഴിയില്ല, രജിസ്റ്ററിൽ ഒപ്പിടുന്നുണ്ടോ ഈ പെണ്ണ് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പെണ്ണേ വരുന്നില്ല, കൺഫേം ആണ്. എനിക്ക് തോന്നുന്നു വേലക്കാരി വേഷത്തിൽ ഈ അപ്പാർട്ട്മെന്റിലുള്ള ആരോ ആണ് ആ രോഹിത്തിന്റെ വീട്ടിൽ പോകുന്നത് എന്ന് പറയാണ്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ഇവർ കരുതാണ്. അതുകൊണ്ട് ഇവർ 3 പേരും ഓരോ സ്ഥലത്ത് പിരിഞ്ഞു നിന്ന് അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് ആര് വേലക്കാരി വേഷത്തിൽ രോഹിത്തിന്റെ വീട്ടിൽ പോകുന്നു എന്ന് കണ്ടുപിടിക്കണമെന്ന് കരുതാണ്. അതേ സമയത്ത് ഇവിടെ ഈ രാജലക്ഷ്മി ഉണ്ടല്ലോ, അവരും ഹീറോയിൻ്റെ അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ്റെ അച്ഛനും ലോക്ക്ഡൗണിൽ മദ്യപിക്കണമെന്ന് തോന്നുകയാണ്. എന്നാൽ കടകളെല്ലാം അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും തൻ്റെ വീട്ടിൽ കുറച്ച് മദ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതുപോയി എടുത്തുകൊണ്ട് വരണമെന്ന് പ്ലാൻ ഇടുന്നു. അതായത് ഹീറോയിൻ എപ്പോഴും വീട്ടിലാണല്ലോ ഉള്ളത്. അതേ സമയത്ത് ഈ രാജലക്ഷ്മിയും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വീട്ടു സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ ഹീറോയിൻ്റെ അച്ഛൻ നമ്മുടെ ഹീറോയിന് കോൾ ചെയ്തിട്ട്, മോളെ ഞാൻ മുംബൈയിലുണ്ട്, എൻ്റെ പേരിൽ ഹൈദരാബാദിലേക്ക് ഒരു പോസ്റ്റ് വരുന്നുണ്ട്, അതുമാത്രം താഴെ പോയി ഒന്ന് വാങ്ങി വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ താഴെ വന്ന സമയം നോക്കി ഇദ്ദേഹം ആ വീടിനുള്ളിൽ കയറിയിട്ട്
ഉള്ളിലുള്ള ആ മദ്യക്കുപ്പയും എടുക്കുന്നുണ്ട്. ഇവിടെ രാജലക്ഷ്മിയും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് പാവം നമ്മുടെ കാമുകൻ ഷേവ് പോലും ചെയ്യാതിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു ഷേവിങ് ജെൽ വാങ്ങാമെന്ന് പറഞ്ഞ് അതും വാങ്ങിക്കൊണ്ട് അവരവിടെ ബാഗിൽ വെച്ച് അങ്ങനെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങുമ്പോൾ അപ്പോൾ ആ ലിഫ്റ്റിനടുത്തായി ആ വാച്ച്മാൻ നിൽക്കുന്നുണ്ട്. 11 മണിക്ക് വരുന്ന വേലക്കാരിയെ കണ്ടുപിടിക്കാൻ ഒളിഞ്ഞു നോക്കുന്നതും കാണുന്നുണ്ട്. നിനക്കെന്താടാ ഈ ഭാഗത്ത് ജോലി, എന്തിനാ ഇവിടെ നിന്നും ചുറ്റിക്കറങ്ങുന്നത് എന്ന് അവരും ഇടയിൽ കയറി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ സ്ഥലത്ത് നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്നും ഇറങ്ങുന്ന ഹീറോയിൻ്റെ അച്ഛനെയും രാജലക്ഷ്മി കാണുന്നുണ്ട്. എങ്ങാനും ഇദ്ദേഹത്തെ കണ്ടാൽ നമ്മൾ പെട്ടുപോകും എന്ന് പറഞ്ഞ് അവിടെ ഒരു ബാഗ് താഴെ ഇടുന്നത് പോലെ അഭിനയിക്കുകയാണ്. അതിലിരിക്കുന്ന ഷേവിങ് ജെല്ല് താഴെ വീഴുന്നു. ഇപ്പോൾ അതും ആ വാച്ച്മാന് താൻ വാങ്ങിച്ചു വന്നതാണ്, മര്യാദയ്ക്ക് ഷേവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി അവിടെ എങ്ങനെയോ ഹീറോയിൻ്റെ അച്ഛനോടൊപ്പം ആ വീടിനുള്ളിലേക്ക് വരികയാണ്. ഹീറോയിനും തൻ്റെ അച്ഛന് കോൾ ചെയ്തിട്ട് പാഴ്സലൊന്നും വന്നില്ല എന്ന് പറയാണ്. അപ്പോൾ പോയിട്ടുണ്ടാവും മോളെ, നീ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കുന്നു. ശരി, എത്ര ദൂരം വന്നില്ലേ, നമുക്ക് അങ്ങനെ രോഹിത്തിൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വന്നാൽ ആ രോഹിത്തിൻ്റെ വീട്ടുവാതിൽക്കൽ ജ്യോതി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ നടന്നു വന്നതും ജ്യോതി അവിടെ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ ഹീറോയിൻ മാസ്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ലാവണ്യാണെന്ന് ജ്യോതിക്ക് മനസ്സിലായില്ല. ലക്ഷ്മി എന്നൊരു പേര് പറഞ്ഞതും കാരണം ലക്ഷ്മി എന്നല്ലേ നമ്മുടെ രോഹിത്തിനോട് ഈ ലാവണ്യ പറഞ്ഞത്. എടി നിക്ക് എന്ന് പറഞ്ഞ് ഇപ്പോൾ ജ്യോതിയും നമ്മുടെ ലക്ഷ്മിയെ ചേസ് ചെയ്തുകൊണ്ട് ഓടുകയാണ്. എങ്ങനെയോ ഈ ജ്യോതിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ലക്ഷ്മി അവരുടെ വീടിനുള്ളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്ത് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് എന്താ ജ്യോതി, ആരെയും അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അല്ല ചേച്ചി, ലക്ഷ്മി എന്നൊരു പെണ്ണ് ഇവിടെ രക്ഷപ്പെട്ടു ഓടി, ഒരു വീടിനുള്ളിൽ വന്ന് വ്യക്തമായി പറയാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹീറോയിനെയും ഇരുത്തിയിട്ട് ആക്ച്വലി ആ രോഹിത്തിൻ്റെ അമ്മ എന്നോട് സംസാരിച്ചു. തൻ്റെ മകന് പെണ്ണ് കാണുന്നതായും മകൻ്റെ മേൽ സംശയമുള്ളതായും അത് കണ്ടുപിടിച്ച് പറഞ്ഞാൽ കാശ് തരാമെന്നും പറഞ്ഞു. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ആ രോഹിത്ത് ലക്ഷ്മി എന്നൊരു പെണ്ണിനെ പ്രണയിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചു എന്ന് ഹീറോയിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനും അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ രോഹിത്ത് തന്നെ പ്രണയിക്കുന്നുവെന്ന്. നീ എങ്ങനെ ആ രോഹിത്ത് ലക്ഷ്മിയെ പ്രണയിക്കുന്നുവെന്ന് ഗസ് ചെയ്തത് എന്ന് ചോദിച്ചതിന് ഞാൻ ഒളിഞ്ഞു നോക്കാൻ രോഹിത്തിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അദ്ദേഹം തന്നോട് തന്നെ ഈ ലക്ഷ്മിയെ പ്രണയിക്കുന്നതെല്ലാം സംസാരിച്ചു. അത് വെച്ചിട്ടാണ് ഗസ് ചെയ്തത്. മാത്രമല്ല ആ ലക്ഷ്മി രോഹിത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നതും ഞാൻ കണ്ടു എന്ന് പറയാണ്. ഇവിടെ നമ്മുടെ ലക്ഷ്മിയായ ലാവണ്യയ്ക്കും ഒരു ചെറിയ നാണം വരുന്നുണ്ട്. 2 കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഒന്ന്, നമ്മുടെ രോഹിത്ത് നമ്മളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ്, 2 ഇതിനുശേഷം പെടാതെ പോയി രോഹിത്തിനെ കാണണം എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ്. ശരി, ഇതുവരെ ഒരു വേലക്കാരിയെ പോലെ അഭിനയിച്ചു, ഇനി അഭിനയിക്കേണ്ട, നേരെ രോഹിത്തിനെ പോയി കാണുകയാണ്. ഞാൻ ആരാണെന്ന സത്യം അവനോട് പറയണം, പ്രണയിക്കുന്നതായിട്ടും പറയണം, അങ്ങനെ അവനുമായിട്ട് കമ്മിറ്റഡ് ആകണം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ പുതുതായി ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് ജ്യോതിയെ തൻ്റെ വീട്ടിൽ തന്നെ ജോലി നോക്കിക്കോ, ഞാൻ അത്യാവശ്യമായി പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നും അങ്ങനെ രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഹീറോയിൻ പുതിയ വസ്ത്രമെല്ലാമായിട്ട് വേലക്കാരി വേഷത്തിൽ വന്നതും രോഹിത്ത് കാണുന്നുണ്ട്. എന്താ ഒരു പുതിയ മാറ്റം, എന്തെങ്കിലും പറയണോ എന്ന് പറഞ്ഞ് ഹീറോയിനെ ഉള്ളിൽ വിളിച്ചിട്ട് കിച്ചണിലിരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അന്ന് നമ്മുടെ രോഹിത്തും നമ്മുടെ ലാവണ്യോട് പ്രപ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെല്ലെ നമ്മുടെ ഹീറോയിനെ പ്രണയിക്കുന്ന കാര്യവും അവിടെ പറയാം എന്നങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനും ഇനി ഞാൻ പറയുന്നതിന് മുമ്പേ അവൻ പറഞ്ഞു കളയോ എന്നാലോചിക്കുകയാണ്. പക്ഷേ രോഹിത്ത് പറയുന്നതെല്ലാം അവൾ മെല്ലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഫോൺ കോൾ വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും ഫോൺ കോൾ. അദ്ദേഹം ജോലി നോക്കുന്ന കമ്പനിയിൽ പുതുതായി ഒരു മാനേജർ വന്നിട്ടുണ്ടല്ലോ, അവർ കുറേ പേർക്ക് ഇൻ്റർവ്യൂ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അടുത്തത് നിനക്കാണ് കോൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഹീറോ തൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതെല്ലാം ഈ ഹീറോയിനായ ലാവണ്യ കേൾക്കുന്നുണ്ട്. അതെ, നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി നോക്കുന്നത് എന്ന് ഹീറോയോട് അവർ ചോദിക്കുകയാണ്. അദ്ദേഹം ആ IT കമ്പനി പേര് പറഞ്ഞതും ലാവണ്യ ഷോക്കാവുന്നുണ്ട്. എടാ, നമ്മൾ മാനേജർ ആയിരിക്കുന്ന കമ്പനിയിലാണോ ഇവൻ ജോലി നോക്കുന്നത്? അങ്ങനെ നമുക്ക് താഴെ ജോലി നോക്കുന്നവനെയാണോ നമ്മൾ ഇത്രയും നാൾ ലവ് ചെയ്തത് എന്ന് പറഞ്ഞ് അവർക്കൊരു മാതിരിയാവുന്നുണ്ട്. ആ സ്ഥലത്ത് നിന്നും പുറത്തു പോകണമെന്ന് കരുതാണ്. ആ പ്രണയത്തെ മറച്ചുകൊണ്ട് അവരവിടെ നിന്നും ഇറങ്ങുകയാണ്. ഇപ്പോൾ ജ്യോതി ഉണ്ടല്ലോ, ഹീറോയിൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് ഹീറോയിൻ ഒരു ടെലസ്കോപ്പ് വെച്ചിട്ടുണ്ടല്ലോ, അതുവഴി നോക്കുകയാണ്. ഹീറോയിൻ അവസാനം ഈ രോഹിത്തിൻ്റെ വീടാണ് ആ ടെലസ്കോപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ജ്യോതിയും അത് കാണാണ്. ആ രോഹിത്തിൻ്റെ കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലാവണ്യായ ഹീറോയിനാണെന്ന് അവിടെ നമ്മുടെ ജ്യോതിക്കും അറിയാൻ കഴിയുന്നു. അപ്പോൾ ലാവണ്യാണ് ലക്ഷ്മി എന്ന വേഷത്തിൽ ഈ രോഹിത്തിൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് അവിടെ നമ്മുടെ ജ്യോതി കൺഫേം ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയിൻ തൻ്റെ വീട്ടിൽ വന്നതും, എന്താ മാഡം രോഹിത്തിൻ്റെ വീട്ടിൽ പോയിട്ട് വന്നോ, എനിക്കൊന്നും അറിയില്ല എന്ന് കരുതുന്നുണ്ടോ, നിങ്ങളല്ലേ ലക്ഷ്മി എന്നൊരു വേലക്കാരി വേഷത്തിൽ രോഹിത്തിൻ്റെ വീട്ടിൽ പോകുന്നവൾ എന്നെല്ലാ സത്യവും തുറന്നടിക്കുകയാണ്. ഇവിടെ ഹീറോയിനും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. അവരും സത്യം സമ്മതിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ജ്യോതിയും ഈ വിവരം ഉടനെ രോഹിത്തിൻ്റെ അമ്മയോട് പറയാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ്. എന്നാൽ പറയരുതെന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ ഹീറോയിൻ വളരെ കെഞ്ചി ചോദിക്കുകയാണ്.
അപ്പോൾ ജ്യോതിയുടെ ഫോണിലേക്ക് അവരുടെ അനിയൻ കോൾ ചെയ്യുന്നുണ്ട്. ആ പലിശക്കാരനാണെങ്കിൽ ജ്യോതിയുടെ വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി ജ്യോതിയുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത്രേ. ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് ജ്യോതിയുടെ കൂടെ നമ്മുടെ ഹീറോയിൻ ലാവണ്യയും വരികയാണ്. അതെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ആ പയ്യനോട് ഈ ജ്യോതി നിങ്ങൾക്ക് എത്ര പണം തരാനെന്ന് പറയും, ആ കാശ് പകുതി ഞാൻ നിങ്ങൾക്ക് തരാം, ബാക്കി ഇവള് തരണം, സാധനങ്ങൾ പുറത്തെടുത്ത് എറിയരുത്, അതിനുശേഷം ഇവൾ അവിടെ പോകാനാണ് എന്ന് പറഞ്ഞ് ജ്യോതിക്ക് സപ്പോർട്ട് ചെയ്ത് കാശ് കൊടുക്കുകയാണ്. അതിൽ ഈ ജ്യോതിക്കും നമ്മുടെ ഹീറോയിന്റെ മേൽ ഒരു വലിയ ബഹുമാനം വരുന്നു. അതിനുശേഷമാണ് ജ്യോതിയെ ഇരുത്തി ഹീറോയിൻ താൻ എങ്ങനെ രോഹിത്തിനെ കണ്ടു, നിന്നിലൂടെയാണ് കാണാൻ കഴിഞ്ഞത്, അതിനുശേഷം അവിടെ എന്ത് നടന്നു, എങ്ങനെ ആ സാഹചര്യത്തിൽ ഞാനൊരു വേലക്കാരിയായി അവിടെ പെട്ടുപോയി, അതിനുശേഷം അവനോട് എങ്ങനെ പ്രണയം തോന്നി എന്നുള്ള എല്ലാ കാര്യവും പറയുന്നത്. ഇപ്പോൾ പോലും താൻ ആരാണെന്ന സത്യം പറയാനാണ് രോഹിത്തിനെ കാണാൻ ഞാൻ പോയത്, എന്നാൽ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല, കാരണം അവൻ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണെന്ന് പറഞ്ഞ് അവിടെ ഈ ലാവണ്യയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും ജ്യോതിയുടെ മനസ്സും മാറുന്നുണ്ട്. അവിടെ നമ്മുടെ ലാവണ്യയുടെ പ്രണയത്തിന് സഹായിക്കണമെന്ന് കരുതുകയാണ്. മറ്റൊരു വശത്ത് നമ്മുടെ ജ്യോതി പാടിയ പാട്ട് കുറച്ചായി വൈറലാകുകയാണെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് എത്തുന്നു. മറ്റൊരു വശത്ത് ഇപ്പോൾ നമ്മുടെ ഹീറോയും അവരുടെ അമ്മ നോക്കിയ പെണ്ണിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെണ്ണിനോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പെണ്ണും ഒരു മാസമായി നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങളുടെ കൂടെ സംസാരിച്ച് നിങ്ങളുടെ മേൽ എനിക്ക് പ്രണയം വന്നു എന്ന് വെളിപ്പെടുത്തുന്നു. നിങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം എന്ന് ചോദിക്കുകയാണ്. അവിടെ രോഹിത്തിനും എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. എന്നാൽ അവന്റെ മനസ്സ് നമ്മുടെ ലാവണ്യ അടുത്താണല്ലോ ഉള്ളത്. മറ്റൊരു വശത്ത് ലാവണ്യ തൻ്റെ ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് വളരെ ഭയപ്പെടുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാനേജർ ആയിരുന്ന ഞാൻ ഇപ്പോൾ എൻ്റെ ജോലിക്കാർക്കെല്ലാം ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കേണ്ടത് രോഹിത്തിനെയാണ്. എൻ്റെ മുഖം എങ്ങനെ കാണിക്കുമെന്ന് ആലോചിച്ചാണ് ഇവൾ വിഷമിച്ചിരിക്കുന്നത്. ഇപ്പോൾ രോഹിത്തും ആ ഇൻ്റർവ്യൂവിന് റെഡിയായിട്ട് ആ വീഡിയോ കോളിൽ വരികയാണ്. എന്നാൽ അവിടെ മാസ്ക് ഇട്ടുകൊണ്ടും കണ്ണട ഇട്ടുകൊണ്ടും നമ്മുടെ ലാവണ്യ വന്ന് ആ വീഡിയോ കോളിൽ സംസാരിക്കുന്നു. ഒരുപാടൊന്നും സംസാരിച്ചില്ല, ചെറുതായി 2 ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ നല്ല ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞ് ആ വീഡിയോ കോൾ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ എന്നൊരു ചെറിയ സംശയം മാത്രം ഉണ്ടല്ലോ. നമ്മുടെ ഹീറോയിന്റെ വീട്ടിലേക്ക് ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ വരികയാണ്. അദ്ദേഹം നമ്മുടെ ജ്യോതിയെ കാണാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ജ്യോതിക്കും അത് വലിയൊരു സർപ്രൈസ് ആയിരിക്കുകയാണ്. നീ പാടിയ പാട്ട് വൈറലായി, അങ്ങനെയാണ് ഈ മ്യൂസിക് ഡയറക്ടർ ഇവിടെ കോൺടാക്ട് ചെയ്യാനായി വന്നത്. നീ ഇപ്പോൾ ഒരു ഗായികയായി മാറാൻ പോവാണ് എന്ന് പറഞ്ഞ് അങ്ങനെ സാധാരണ വേലക്കാരിയായിരുന്ന നമ്മുടെ ജ്യോതിയെ അവിടെ ലാവണ്യ ഒരു ഗായികയാക്കി മാറ്റുന്നു. ചേച്ചി, എനിക്ക് നിങ്ങൾ കുറെ സഹായം ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ രോഹിത്തിന്റെ കൂടെയെങ്കിലും ഞാൻ നിങ്ങളെ ചേർത്ത് വെക്കാം ചേച്ചി. അവരുടെ അമ്മയോട് നിങ്ങൾ ആരാണെന്ന സത്യം പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ച് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം രോഹിത്തിന്റെ വീട്ടിലേക്ക് ഈ ജ്യോതി നമ്മുടെ ലാവണ്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അതേ സമയത്താണ് രോഹിത്തിനും വലിയൊരു സർപ്രൈസ് ആവുന്നത്. അവരുടെ അമ്മയുണ്ടല്ലോ, അവരിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അമ്മ സാധാരണ പോലെ വന്നതല്ല, ഓൾറെഡി അവരുടെ അമ്മ ഒരു പെണ്ണിനെ കണ്ടുവച്ചിരുന്നല്ലോ. ആ പെണ്ണ് കുമാരിയെയും അവിടെ കൂട്ടിക്കൊണ്ടുവരാണ്. അങ്ങനെ ഈ വീട്ടിൽ ഇവർ രണ്ടുപേർക്കും നിശ്ചയം നടത്തി വെക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതേ സമയത്താണ് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നത്. ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ ജ്യോതിയും നമ്മുടെ ഹീറോയിനും വന്ന് നിൽക്കുകയാണ്. ആരാടാ ഇവർ എന്ന് ചോദിച്ചതിന് ഇവള് ജ്യോതി, അമ്മയ്ക്ക് അറിയില്ലേ, ആൻഡ് കൂടെയുള്ളത് ലക്ഷ്മി, ഇവളും വേലക്കാരിയാണ് എന്ന് ഹീറോ തൻ്റെ അമ്മയോട് പറയാണ്. ശരി മോളെ, ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, രണ്ടുപേരും കിച്ചണിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും കിച്ചണിലേക്ക് അയക്കുന്നു. അവിടെ ഹീറോയിനും കണ്ണു കലങ്ങി പോവാണ്. ഈ രോഹിത്തിന് വേറൊരു പെണ്ണുമായി വിവാഹം നിശ്ചയിക്കാൻ പോവുകയാണോ എന്ന് ഭയന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ കിച്ചണിലേക്ക് രോഹിത്ത് വരുന്നു. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം കോൾ ചെയ്തു, എന്താ എൻ്റെ ഫോൺ കോൾ എടുക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഫോൺ കോൾ എടുത്തില്ലെങ്കിൽ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. അതൊന്നുമില്ല, ഞാൻ ഇവരെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് അദ്ദേഹവും പറയാണ്. എന്നെപ്പറ്റി എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട് എന്ന് പറയാൻ വരികയാണ്. അതിനുള്ളിൽ ആ വീട്ടിലേക്ക് ആ വാച്ച്മാനും ജ്യോതിയുടെ അനിയനും വരികയാണ്. അവർ ഒരു വലിയ സത്യം പറയാം എന്ന് പറഞ്ഞാണ് വരുന്നത്. എന്നാൽ അതിനുള്ളിൽ ഹീറോയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അദ്ദേഹവും അവിടെ വരികയാണ്. അദ്ദേഹം വന്നതും നമ്മുടെ ഹീറോയിൻ ലാവണ്യയെ കാണാണ്. മാഡം, നിങ്ങൾ എന്താ ഈ ഭാഗത്ത് എന്ന് ചോദിക്കുകയാണ്. ഹീറോയും ഷോക്കായിട്ട് എന്തിനാണ് ഇവരെ മാഡം എന്നൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ്, എടാ നിനക്ക് കാര്യം അറിയില്ലേ, മെയിൽ ചെക്ക് ചെയ്തില്ലേ, നിന്റെ ജോലി പോയടാ, പുതിയതായിട്ട് വന്ന മാനേജറാണ് നിന്നെ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചത്. അങ്ങനെ പുതുതായി വന്ന മാനേജറാണ് എന്നെയും ഇന്റർവ്യൂ എടുത്തത്, എന്നെ ജോലിയിൽ സ്ഥിരപ്പെടുത്തി. അങ്ങനെ ആ മാനേജർ ആരാണെന്ന് അറിയാമോ? ദാ നിൽക്കുന്നു, ഈ ലാവണ്യ മാഡം, ഇവരാണ് എന്ന് പറയാണ്. അപ്പോഴാണ് ഹീറോയ്ക്കും നമ്മുടെ ലാവണ്യ മാനേജറാണെന്നും ഇവരൊരു പണക്കാരിയാണെന്നും ഇവരൊരു പ്രിൻസസ് ആണെന്നും തെളിയുന്നത്. അങ്ങനെ അവർ ഭയങ്കരമായി ഷോക്കാവുകയാണ്. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് 1 മാസമായി നീ എൻ്റെ കൂടെ വേലക്കാരിയായി അഭിനയിച്ചത്, എന്തിനാണ് എന്ന് കണ്ണ് കലങ്ങി ചോദിച്ച് എനിക്കുണ്ടായിരുന്ന ജോലിയും എന്തിനാണ് ഇപ്പോൾ കളഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അവിടെ ലാവണ്യയും സത്യം പറയാൻ വരികയാണ്. എന്നാൽ അവർ പറയുന്നത് ഈ ഹീറോ കേൾക്കുന്ന മട്ടേയില്ല. ഇങ്ങനെ കൂടിയിരുന്ന എൻ്റെ കുഴി നീ തോണ്ടിയില്ലേ, ദയവ് ചെയ്ത് നീ ഈ വീട് വിട്ട് വെളിയിൽ പോ എന്ന് ലാവണ്യെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഹീറോയിനും കണ്ണ് കലങ്ങിപ്പോയി എല്ലാം കുളമാക്കി അങ്ങനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയാണ്.
അങ്ങനെ പുറത്തു വരുമ്പോഴാണ് ആ രാജലക്ഷ്മി മാഡം ഉണ്ടല്ലോ, സെക്രട്ടറി, അവരുടെ വീട്ടിൽ തൻ്റെ അച്ഛൻ ഇരിക്കുന്നത് കാണുന്നത്. ഇവരും ഷോക്കാവാണ്. മുംബൈയിലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഇരിക്കുന്നത്, അപ്പോൾ ഇത്ര നാൾ ഇവിടെയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ്റെ അച്ഛനും, ഞാൻ തന്നെ നിന്നോട് ഈ സത്യം പറയണമെന്ന് വിചാരിച്ചതാണ്. നിന്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഈ രാജലക്ഷ്മിയെ ഇഷ്ടപ്പെട്ടു, അത് പറയാം എന്ന് വരുന്നതിനുള്ളിൽ തന്നെ കണ്ടുപിടിച്ചു. എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറയാണ്. എന്താ അച്ഛാ ഇത്? ഈ ഒരു മാസം ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് എനിക്കൊരു ചെറിയ സഹായം പോലും ചെയ്യാതെ എന്തിനാച്ചാ ഇങ്ങനെ ഇരുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ അച്ഛനെയും വെറുത്ത് ഇപ്പോൾ വീടിനുള്ളിൽ വന്ന് ഹീറോയിൻ കരയുന്നത് പോലെ കാണിക്കുകയാണ്. അപ്പോഴാണ് കുറച്ച് നേരത്തിനുള്ളിൽ രോഹിത് ഉണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ആക്ച്വലി ഇവിടെയാണോ നീ ഇരിക്കുന്നത്? ഇതാണോ നിന്റെ വീട്? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിന്റെ യഥാർത്ഥ രൂപവും എനിക്ക് മനസ്സിലായി. ഇത്രയും ഫേക്കായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇൻഫാക്ട് ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാനാണ് വന്നത്. നിന്നേക്കാളും ആ കുമാരി എത്രയോ ബെറ്ററാണ്. ഞാൻ ആരാണെന്ന സത്യം എന്നോട് പറഞ്ഞിട്ടാണ് അവൾ എന്നെ പ്രണയിച്ചത്. എന്നാൽ നീ ശരിയായ ഫ്രോഡാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും വീണ്ടും ദേഷ്യപ്പെട്ട് പോവുകയാണ്. പോകുമ്പോൾ അവിടെ ഒരു സാധനം തട്ടിയിട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ആ സാധനം താഴെ വീണതിന് ശേഷം ഹീറോയിൻ കരഞ്ഞുകൊണ്ട് അത് തുടയ്ക്കുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ഈ രാജലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ വന്നിട്ട് തൻ്റെ അച്ഛനോടും സംസാരിക്കുന്നുണ്ട്. അന്ന് ഞാനൊരു ദേഷ്യത്തിലാണ് നിങ്ങളോട് സംസാരിച്ചത് അച്ഛാ. അമ്മയ്ക്ക് ശേഷം നിങ്ങൾക്ക് വേറൊരു ലൈഫ് വന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്. എന്നോട് പറയാതിരുന്നതാണ് എനിക്ക് വിഷമം വന്നത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരുടെയും പ്രണയകഥയും കേട്ട് മനസ്സിലാക്കുകയാണ്. ആ പ്രണയകഥയിൽ കുറെ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ രോഹിത്തുമായി ഇപ്പോൾ ഇട്ടത് ഒരു ഈഗോ ക്ലാഷ് ആണെന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നു. എന്നാലും രോഹിത് നമ്മളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു വിഷമത്തോടെ തൻ്റെ വീട്ടിലിരുന്ന് ടെലസ്കോപ്പ് വഴി രോഹിത്തിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഹിത്തിന് ഹീറോയിൻ്റെ മേലുള്ള ദേഷ്യം എന്താണെന്ന് വെച്ചാൽ അവനെ നമ്മുടെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതാണ്. എന്നാൽ ഹീറോയിൻ പിരിച്ചുവിട്ടതിന് പ്രധാന കാരണം രോഹിത് അദ്ദേഹത്തിന് ഷെഫ് ആണെന്നാണല്ലോ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഷെഫ് ആകുന്നതിനുള്ള പണി അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ IT ജോബിൽ നിന്നും പിരിച്ചുവിട്ടത്. അത് രോഹിത് മനസ്സിലാക്കിയില്ലല്ലോ എന്നൊരു വിഷമം അവൾക്കുള്ളിലുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ തീരാൻ പോവാണ്. ഹീറോയിനും ഇപ്പോൾ വീണ്ടും ലണ്ടനിലേക്ക് തന്നെ പോകാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തൻ്റെ അച്ഛനോടും രാജലക്ഷ്മിയോടും പറഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിലുള്ള തൻ്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ട് താൻ ലണ്ടനിലേക്ക് തന്നെ മടങ്ങി പോകുന്നതിനെ പറ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രോഹിത്തിന്റെ വീട്ടിലും ആ കല്യാണ ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രോഹിത്തിന് ആ കല്യാണത്തിൽ ഒട്ടും താല്പര്യമില്ല. അപ്പോഴാണ് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നത്. തുറന്നു നോക്കുമ്പോൾ അവിടെ നമ്മുടെ ലാവണ്യാണ് വന്നു നിൽക്കുന്നത്. ഞാൻ നാട്ടിലേക്ക് പോകുന്നു, അത് നിന്നോട് പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു വന്നതാണ്. നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് നിനക്ക് വേണ്ടി തന്നെയാണ്. നിനക്ക് എന്ത് വേണം എന്നത് നിനക്ക് തന്നെ അറിയില്ല എന്നറിയാമോ? നീ ഒരു മികച്ച ഷെഫ് ആവാൻ സാധ്യതയുണ്ട്, അത് നീ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ജോലിയിൽ നിന്നും ഞാൻ നിന്നെ പിരിച്ചുവിട്ടത്. ഇൻഫാക്ട് നിന്നെ കല്യാണം കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് നിനക്ക് ബാക്കപ്പായി ഞാൻ ഉണ്ടാകുമെന്ന് തോന്നി. നീ പക്ഷേ അത് മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവാണ്. ഇതെല്ലാം ആലോചിച്ച് നോക്കി രോഹിത്തും കണ്ണ് കലങ്ങി പോവാണ്. ഇപ്പോഴാണ് അമ്മയോടും ആ ലാവണ്യ ആരാണെന്നുള്ള സത്യം പറഞ്ഞിട്ട് ഇപ്പോൾ ലാവണ്യെ നോക്കി താഴെ ഇറങ്ങി ഓടി വരുന്നത്. നീ പറഞ്ഞത് സത്യമാണ്, എനിക്ക് എന്ത് വേണമെന്ന് എന്നേക്കാൾ നിനക്കാണ് നന്നായിട്ട് അറിയാവുന്നത്. എനിക്ക് കുക്കിംഗ് ആണ് വളരെ ഇഷ്ടം. ഇൻഫാക്ട് ഇപ്പോൾ ജോലിയിൽ നിന്നും നീ പിരിച്ചുവിട്ട ഒരാഴ്ചയിൽ ഞാൻ കുറെ കുക്കിംഗ് ഒക്കെ പഠിച്ചു. എനിക്കൊരു ഷെഫ് ഓഫർ കൂടെ വന്നു. സോ നീ ലണ്ടനിലേക്ക് പോ, എവിടെ വേണമെങ്കിലും പൊക്കോ, എന്നാൽ എന്നെ കല്യാണം കഴിച്ചിട്ട് പോ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്ക്, ലവ് യു എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹം വെളിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഹീറോയിന് അവിടെ സന്തോഷം സഹിക്കാൻ വയ്യ. ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചു ചേരുന്നതായും രോഹിത്തിനോടും എനിക്ക് വളരെ വിശക്കുന്നു എന്ന് ലാവണ്യ ചോദിക്കുന്നു. അപ്പോൾ വാ, നിനക്ക് സൂപ്പറായി ഒന്ന് പാചകം ചെയ്തു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹവും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. സോ അങ്ങനെ ഈ സിനിമയുടെ കഥയും ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.